25 വർഷം ഭരിച്ച ത്രിപുരയിൽ സിപിഎമ്മിന് വമ്പൻ തിരിച്ചടി. 25 വർഷം കയ്യിലെ നെല്ലിക്ക പോലെ സിപിഎം കാത്തുസൂക്ഷിച്ചിരുന്നു ത്രിപുര. കേരളവും ബംഗാളും ത്രിപുരയും സിപിഎമ്മിന്റെ അഭിമാന ദുർഗങ്ങളായിരുന്നു. ത്രിപുര ഇപ്പോൾ ഭരിക്കുന്നത് ബിജെപിയാണ്. ബിജെപിയിൽ നിന്ന് ഭരണം തട്ടിപ്പറിക്കാനുള്ള മാർഗങ്ങളൊക്കെ നോക്കിയാണ് സിപിഎം. പക്ഷേ ആ മാർഗങ്ങളൊക്കെ വിഫലമായെന്ന് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തെളിയിച്ചിരിക്കുന്നു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്ന 606 ഗ്രാമപഞ്ചായത്തുകളിൽ 584 എണ്ണവും ബിജെപി സ്വന്തമാക്കി. സിപിഎമ്മിന് ഇവിടെയെല്ലാം 3ാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നു. 2ാം സ്ഥാനത്തേക്ക് എത്തിയത് കോൺഗ്രസാണ്. 35 പഞ്ചായത്ത് സമിതികളിൽ 34 എണ്ണവും ബിജെപി സ്വന്തമാക്കി. ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ 1819 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ 1476 ഗ്രാമപഞ്ചായത്ത് വാർഡുകളും ബിജെപി പിടിച്ചെടുത്തു. ബിജെപി സ്വന്തമാക്കി, അല്ലെങ്കിൽ ബിജെപി നിലനിർത്തി. ത്രിപുരയിൽ സിപിഎമ്മിന്റെ പ്രതാപകാലം കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസിന് അവിടെ വലിയൊരു മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് തങ്ങളുടെ മുവർണക്കൊടി പലയിടത്തും പാറിച്ചു. കോൺഗ്രസാണ് ഇനി ബിജെപിക്ക് ത്രിപുരയിൽ എതിര് എന്ന ഒരു സത്യം ഇപ്പോൾ വ്യക്തമായി. ത്രിപുരയിൽ വലിയ തകർച്ചയാണ് സിപിഎം നേരിട്ടിരിക്കുന്നത്. സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ തകർച്ച എന്ന് തന്നെ പറയാം. വളരെ ഗതികേടിലേക്ക് സിപിഎം കൂപ്പുകുത്തിയിരിക്കുന്നു ത്രിപുരയിൽ. ഇനി സിപിഎമ്മിന് പ്രത്യാശയായുള്ളത് കേരളമാണ്. കേരളത്തിൽ മാത്രമായി സിപിഎം ഒതുങ്ങുമോ എന്ന ഒരു അവസ്ഥ വന്നിരിക്കുന്നു. ബംഗാളും ത്രിപുരയും സിപിഎമ്മിനെ പൂർണ്ണമായും കൈവിട്ടിരിക്കുന്നു. അതേസമയം ത്രിപുരയിൽ കോൺഗ്രസ് പച്ചപിടിച്ചത് വളരെ ശ്രദ്ധേയമാണ്. മതേതര വിശ്വാസികൾ സിപിഎമ്മിൽ നിന്ന് അകന്ന് കോൺഗ്രസിന് വോട്ട് ചെയ്തിരിക്കുന്നു ത്രിപുരയിൽ. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലം സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് ത്രിപുരയിൽ കൊടുത്തത്. സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം കാരണത്തടി. സിപിഎമ്മിന്റെ 25 വർഷത്തെ ഭരണം, അതുമൂലമുണ്ടായ പ്രത്യാഘാതങ്ങൾ എല്ലാം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തെളിഞ്ഞിരിക്കുന്നു. സിപിഎമ്മിന് ഇനിയൊരു തിരിച്ചുവരവ് ത്രിപുരയിൽ ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ്. കാരണം അത്രയേറെ അവിടെ ബിജെപി ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. ബിജെപി ഒരിടം പിടിച്ചെടുത്താൽ അത് തിരിച്ചു പിടിക്കുക സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമാണ്. അത് സിപിഎമ്മിന്റെ കേഡർ സ്വഭാവത്തിന്റെ വീഴ്ചയാണ്. സിപിഎം കേഡർ പാർട്ടിയാണ്, ബിജെപിയും കേഡർ പാർട്ടിയാണ്. പക്ഷേ ബിജെപി പിടിച്ചെടുത്ത സംസ്ഥാനം സിപിഎമ്മിന് തിരിച്ചു പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല. ബംഗാളിൽ ബിജെപിക്ക് സ്വാധീനമുണ്ടാകാത്തതിന് കാരണം മമതാ ബാനർജിയുടെ സാന്നിധ്യവുമാണ്. അതിൽ മറ്റൊരു തർക്കവുമില്ല. എന്തായാലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സിപിഎമ്മിന് ഒരു ഉൾവിളിയായി മാറട്ടെ എന്ന് പൊളിറ്റിക്സ് കേരള സിപിഎം നേതാക്കളോടും പ്രവർത്തകരോടും പറയും. സിപിഎം നേതാക്കളെയും പ്രവർത്തകരെയും ഇക്കാര്യം ഓർമ്മപ്പെടുത്തും.